ഷോറൂമാണ്. കോഴിക്കോട് വയനാട് റോഡിലുള്ള പ്യൂർ EV യുടെ ഷോറൂമിലാണ് ഉള്ളത്. ഇന്നത് എൻ്റെ ഇപ്പോൾ ഉള്ളത് എട്രിസ്റ്റ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ബൈക്കാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ NS ഒക്കെ പോലെ ഇരിക്കും. ഇതൊരു ലെവൽ ഒരു ഇലക്ട്രിക് ബൈക്കാണ്. നമ്മളെപ്പോഴും കൂടുതലും ഇലക്ട്രിക് സ്കൂട്ടേഴ്സും കാര്യങ്ങളല്ലേ കൂടുതലും കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു എന്താ പറയുക, നമ്മളധികം നമ്മുടെ റോഡ്സിൽ ഇലക്ട്രിക് ബൈക്സ് കുറവാണ്. ഈ ഒരു ബൈക്കുമായിട്ട് ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വയനാട്, അതായത് നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇവനെ കൊണ്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കയറ്റത്തിൽ ഇവൻ പെർഫോം ചെയ്യുമോ, അല്ലെങ്കിൽ എത്ര റേഞ്ച് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ്, പവറുണ്ടോ, കാര്യങ്ങളുണ്ടോ, ആ ഒരു ടോർക്ക് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും ഈ ഒരു റൈഡിൽ ടെസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല എന്താ പറയുക, നമുക്ക് ശരിക്കും സ്കൂട്ടേഴ്സ് ഓടിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ബ്രേക്സ് ഒക്കെ വരുന്നത് നമ്മുടെ ഹാൻഡിലയിൽ തന്നെയാണ്. ഇത് 2 ലിവേഴ്സും ബ്രേക്സാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 85 ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 175 കിലോമീറ്റേഴ്സ് ആണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വയനാട് ഭാഗത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പുകളിലെന്ന് പറയുന്നത് എട്രിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബൈക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചാർജ് നോക്കുവാണെങ്കിൽ ഇത് 100% ആണ് ചാർജ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, 100% ആണ് ചാർജ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ 387 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. താമരശ്ശേരിയൊക്കെ പോയി വയനാടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എത്ര കിലോമീറ്റർ ഓടും, അല്ലെങ്കിൽ നമുക്ക് ആ എത്ര കിലോമീറ്ററിലാണ് ബാറ്ററി ചാർജ് ഇറങ്ങി പോകുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ബൈക്കിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ദൂരത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ബൈക്കാണെന്നൊന്നും തോന്നുന്നില്ല പെട്ടെന്ന്. പിന്നെ ഈ ഒരു ഡിസൈൻ ഈ ഒരു സൈഡിൽ കാണുമ്പോൾ മാത്രമാണ് ഒരു ഇലക്ട്രിക് ബൈക്കാണെന്നുള്ളൊരു ഫീൽ വരുന്നത്. ഇവിടെ ക്ലച്ചോ ബ്രേക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആപ്പിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. നമ്മുടെ പ്യൂർ EV യുടെ ഒരു ആപ്പാണ് സ്മാർട്ട് BMS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ 100% ആണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് ആണോ ഇതിനകത്ത് ഉള്ള. നല്ലൊരു പിറ്റിലിരിക്കുന്നൊരു ഫീലാണ്. ആൻഡ് നമുക്ക് മീറ്റർ കൺസോളൊക്കെ നോക്കുവാണെങ്കിൽ ശരിക്കും ആ ഒരു എന്താ പറയുക, ആ ഒരു ബൈക്കിൻ്റേതായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇപ്പോൾ സ്പീഡോമീറ്റർ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം ഇപ്പോൾ ഒരു ചെറിയൊരു LCD ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്സ് വന്നിട്ട് ഇതാണ് റിയർ ബ്രേക്ക്, ഇതാണ് ഫ്രണ്ട് ബ്രേക്ക്. എവിടെ ഹോണോടെ. ഇതിന് 3 റൈഡിംഗ് മോഡ്സ് ആട്ടോ വരുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 85 ആണ് നമ്മുടെ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡിൽ നമുക്ക് എത്ര ടോപ്പ് പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ 41 ആണ് മാക്സിമം. 42 പോയി, 43, 44, 46. ഇതൊരു ഇറക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതുകൊണ്ടായിരിക്കും സ്പീഡ് കയറുന്നത്. ഒരു 50ക്ക് ബിലോ ആണ്. നമുക്ക് എന്തായാലും റൈഡിംഗ് മോഡ് 2-ലൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. 2-ലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബൈക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. 50, 51, 53, 54, 55, 56, 57, 57 ആണ് നമുക്ക് ഒരു സെക്കൻഡ് റൈഡിംഗ് മോഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പോർട്സ് മോഡ് കിട്ടുന്നത്. പിന്നെ ഒരു മോഡ് കൂടിയുണ്ട്, ത്രിൽ മോഡെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷേ ഈ രണ്ടാമത്തെ മോഡ് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പവർ ഉണ്ട്. നല്ലൊരു പേസ് കീപ്പ് ചെയ്താണ് പോകുന്നത്. നല്ല റിലാക്സിങ് കേട്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ സീറ്റിങ് നല്ല ഒരു സുഖമുണ്ട് ഇരിക്കാനും. അത് നല്ലൊരു ഫീലുണ്ട്. നമുക്ക് 3ാമത്തെ റൈഡിംഗ് മോഡൊന്ന് ഇട്ട് നോക്കാം. 3ാമത്തെ റൈഡിംഗ് മോഡിലാണ് അവർ പറയുന്ന 85 എന്ന് പറയുന്ന ആ ഒരു ടോപ്പ് സ്പീഡ് പറയുന്നത്. നമുക്കത് കിട്ടുമോ ഇല്ലയെന്ന് ജസ്റ്റ് നോക്കാം. അത്യാവശ്യം വേണ്ട നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡ് കയറുന്നുണ്ട്. ഒരു 72, 73 വരെയൊക്കെ വന്നു. ആൻഡ് നല്ല ടോർക്ക് ഉണ്ട്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നീങ്ങുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻറ്റോട് കൂടി ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഗിയർ ഇടാനൊന്നും മടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ രസമായിരിക്കും അവർക്ക്. നമുക്ക് എന്തായാലും സെക്കൻഡ് മോഡിൽ പോവാം. ഒരു വലിയ അഗ്രസീവ് പവറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഒരു ഇലക്ട്രിക് EV സ്കൂട്ടേഴ്സൊക്കെ ഓടിക്കുന്ന സമയത്ത് കൈ കൊടുക്കുമ്പോൾ തന്നെ എടുത്ത് ചാടി മറിഞ്ഞ് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പവർ ഇല്ലാന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് 3-ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഐ മീൻ ഗ്രാജുവലി. 170 കമ്പനി പറയുന്ന റേഞ്ചെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും. ഓരോ ആൾക്കാർക്കും കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ചിലവർ കൂടുതലും സ്പോർട്സ് മോഡിൽ അല്ലെങ്കിൽ ത്രില്ലർ മോഡിലായിരിക്കും ഓടിക്കുന്നത്. അത് മാത്രമല്ല ചിലവർ പിഴിഞ്ഞ് പിടിച്ചായിരിക്കും ഓടിക്കുന്നത്. ചില ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒക്കോയിലായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചുരം ആകാറായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു താമരശ്ശേരി ചുരം കയറാൻ പോകുന്നത്.
ആൻഡ് ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാട്ടോ, നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ റീജൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റീജൻ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാലും കൈയും വെറുതെ ഇരിക്കുന്നില്ല, രണ്ട് കാലയിലാണെങ്കിലും ബ്രേക്ക് ചവിട്ടാനും അതുപോലെ തന്നെ ഗിയർ മാറ്റാനും ഉള്ളൊരു ടെൻഡൻസി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ബൈക്കിൻ്റേതാണെങ്കിലും പണി സ്കൂട്ടറിൻ്റേതാണല്ലോ. ബൈക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഞാനിപ്പോൾ രണ്ടാമത്തെ മോഡിലാണ് ഇട്ടേക്കുന്നത്, സ്പോർട്സ് മോഡിലാണ് ഇട്ടേക്കുന്നത്. ഇത് കയറുമോ ഇല്ലയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്രോൾ ചെയ്ത് കയറുന്നുണ്ട്, സിംപ്ലി കയറിപ്പോയി, വേറെ സീനൊന്നുമില്ല. അടിപൊളിയാണ്, രക്ഷയില്ല കേട്ടോ. രാവിലെ ഡിസംബർ മാസത്തിൽ ഇതുപോലെ അതിൻ്റെ തണുപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ മോഡിലാണ് ഇട്ടേക്കുന്നത്, സ്റ്റിൽ ഫ്ലൈയിങ്. നല്ല കംഫർട്ട് സീറ്റിംഗ് ആട്ടോ, നല്ല രസമുണ്ട് ആ ഒരു പെറ്റിൽ. ആ ഒരു പെറ്റിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കമില്ലാണ്ട്. അപ്പോൾ ദൂരെ കാണുന്നതാണ് നമ്മുടെ താമരശ്ശേരി. അത് ആ ഒരു താമരശ്ശേരിയിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. സ്റ്റിൽ സെക്കൻഡ് മോഡിലാട്ടോ. എന്നിട്ട് ബൈക്ക് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കട്ടോ. പ്യൂർ ഇവിയുടെ എട്രിസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണിത്. 60 NM ടോർക്കാട്ടോ ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലിങ്ങനെ കൂടെ മൂടി നിൽക്കുന്ന കണ്ടോ, പുതുപ്പ് പിരിച്ചതുപോലെ. നമുക്ക് എന്തായാലും ചുരം കയറുന്നതിന് മുന്നേ നിർത്തിയിട്ട് എത്ര കിലോമീറ്റർ ഓടി, അതിലെത്ര ബാറ്ററി കുറഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓൾമോസ്റ്റ് 42 കിലോമീറ്റർ കവർ ചെയ്തു. ചുരം കയറാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കട്ട ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. മേ ബി ഒരു 80-70% ഉണ്ടാവും. ബാക്കി ഞാനിവിടെ നിർത്തിയിട്ട് എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ പോയി, ഇവിടം വരെ ഓടിച്ച് വന്നതിൽ പോയി എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. 387 കിലോമീറ്ററിലാണ് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 426 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഏകദേശം 73% ബാക്കി നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. ഏകദേശം 39 കിലോമീറ്റർ ഓടാനായിട്ട് 27% ചാർജ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എന്തായാലും ചുരത്തിലേക്ക് കയറാം. ചുരത്തിൽ കയറുമ്പോൾ എങ്ങനെയാണ് ബാറ്ററി വലിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡിലാണ് ഇട്ടേക്കുന്നത്. ലെറ്റ്സ് സി ഇവരെങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെ കയറും എന്നുള്ളത്. പിന്നെ ഡൗൺ ഹിൽ അസിസ്റ്റ്, നമ്മുടെ അപ്പ് ഹിൽ അസിസ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു കയറ്റത്തിൽ നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ഞാൻ 2 കൈയും വിട്ടേക്കുവാണ്. ബൈക്ക് പുറകിലേക്ക് പോകുന്നില്ല. അപ്പോൾ അപ്പ് ഹിൽ അസിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അത്യാവശ്യം നല്ല കയറ്റത്തിലാണ്, തേർഡ് മോഡിലാണ് ഇട്ടേക്കുന്നത്. കയറുന്നുണ്ട് നൈസായിട്ട്. ഈ ഒരു പോർഷൻ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല ക്ലൈമറ്റ് ആണോ, നല്ല വെതറാണ്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. മുത്തേ കയറാ, പൊളിക്കും നീ. കയറി എന്തായാലും ഒന്ന് മേളിൽ ലക്കടി പോയിന്റ് വരെ കയറിയിട്ട് തിരിച്ചു വരാം. ചാർജ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊളി. ഒരു EV ആണ് ഈ കയറി പോകുന്നത്. കയറ്റം കയറാൻ പാടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന പോലെ. 2 കട്ട കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കയറ്റത്തിൽ ചാർജ് നല്ല രീതിയിൽ അത്യാവശ്യം വലിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും അടുത്തൊരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ട് എത്രത്തോളം ബാറ്ററി ചാർജ് ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എല്ലാ റൈഡിങ് മോഡ്സും ഉപയോഗിച്ചു. ഞാനിപ്പോൾ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് നമ്മുടെ എട്രസ്റ്റിൽ ഞാനിങ്ങനെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. 57.6 ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. 50 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. 50 കിലോമീറ്റർ ഓടാനായിട്ട് 43% ചാർജ് കൺസപ്ഷൻ വന്നേക്കുന്നത്. നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റ് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി മേലോട്ട് പോകുന്നില്ല, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. റിവേഴ്സ് മോഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പാർക്കിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ റിവേഴ്സ് പ്രസ് ചെയ്തിട്ട്
ബാക്കിലേക്ക് ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. അതുപോലെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമുക്ക് തള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 5 സ്പീഡിലൊക്കെ നമ്മുടെ ജസ്റ്റ് നമുക്ക് മോട്ടർ നമ്മളെ അസിസ്റ്റ് ചെയ്യും, ഒന്ന് തള്ളി മാറ്റി നീക്കി വെക്കാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാൻ ത്രോട്ടൊന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സെക്കൻഡ് മോഡിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡിലേക്ക് ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജൻ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും ബാറ്ററിയിലേക്ക് ചാർജ് കയറും. 55 കിലോമീറ്റർ ആട്ടോ ഓടിയത്, 57% ബാക്കിയുണ്ട്. നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ കയറി ഇറങ്ങി. ചുരം കയറാനോ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സെക്കൻഡ് മോഡിൽ തന്നെ ചുരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. തേർഡിൽ ഒന്നും പറയാനില്ല, എങ്ങനെയാലും കയറി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ബൈക്കിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒന്നും ഫീൽ ചെയ്യത്തില്ല, ഒരു മടുപ്പുമില്ല. സീറ്റിംഗ് ആണെങ്കിലും എല്ലാം കംഫർട്ടാണ്. പീസ്ഫുള്ളി നമുക്ക് ഓടിച്ച് പോകാൻ പറ്റിയ ഒരു ബൈക്ക് തന്നെയാണ്. ആസ് ഓഫ് നൗ 55 ആണ് ബാറ്ററി ചാർജ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ 64 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ ഇവിടം വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഷോറൂമിലേക്ക് എത്താനായിട്ട് ദൂരമുണ്ട്. കുറച്ച് ദൂരം കൂടിയൊക്കെ ഓടിക്കാം. നമുക്ക് എപ്പോഴാണ് ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആവുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മോഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോഡും സെക്കൻഡ് മോഡും തേർഡ് മോഡും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ മോഡ്സിനും അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ട്. നോർമൽ, സ്പോർട്സ്, ത്രില്ലർ, അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി സീറ്റാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പിറ്റ് കണ്ടിട്ടില്ല നോർമൽ ബൈക്സിലൊന്നും. അപ്പോൾ എന്തായാലും അടിപൊളി. പിന്നെ സെൻട്രൽ ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവോൾട്ടും ഈ ഒരു ബൈക്ക് എത്രസ്റ്റും വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു എത്രസ്റ്റിന് നമുക്ക് ഒരുപാടധികം ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് 70,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷമാണ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്. അപ്പോൾ ഇതിലേതാണോ ആദ്യം വരുന്നത് വിച്ച് വെൽക്കം ഫസ്റ്റ്, അതിനായിരിക്കും പ്രയോറിറ്റി. 60 Nm ടോർക്കാണ് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇറക്കങ്ങളും കയറ്റങ്ങളും എല്ലാം ഓടിച്ചു. ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. ഓൾമോസ്റ്റ് ബാറ്ററി ഡ്രെയിനായി തുടങ്ങിയിട്ടുണ്ട്. 25% എങ്ങാണ്ടായിട്ടുണ്ട്. മൊത്തം 526 കിലോമീറ്റർ അതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് പോകാം. ഷോറൂമിലേക്ക് പോയിട്ട് നമുക്ക് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഫാർ സോ ഗുഡ്. ഭയങ്കര ഫീൽ ഗുഡ് ആട്ടോ. നല്ല രസമുണ്ട് ഈ ബൈക്ക് ഓടിക്കാനായിട്ട്. നല്ല ഫണ്ണാണ്. നല്ല രീതിയിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 3 മോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇത് കണ്ടില്ലേ, 1, 2, 3 6.9 ആയിട്ടുണ്ട് ബാറ്ററി പെർസെൻറ്റേജ്. 547 കിലോമീറ്ററാണ് മൊത്തത്തിലുള്ള. നമുക്ക് 547 മൈനസ് 387. റൈഡെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്യുവർ ഇവിയുടെ കോഴിക്കോടുള്ള ഷോറൂമിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എട്രിസ്റ്റ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡലുമായിട്ടായിരുന്നു ഞാനിന്ന് റേഞ്ച് ടെസ്റ്റിന് പോയിരുന്നത്. ഇപ്പോൾ 547 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഓടോയിൽ ഒരു 160 മേളിൽ കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്കാണ് പോയത്. അറിയാമല്ലോ നിങ്ങൾക്ക്, നല്ല കയറ്റവും വളവും തിരിവും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ 3 മോഡുണ്ട്. 3 മോഡിൽ ആദ്യത്തെ മോഡിൽ നമുക്ക് കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും മോഡിൽ നല്ല രീതിയിൽ കയറ്റമൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടായിട്ടുള്ള റൈഡായിരുന്നു. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി ഇതാണ് ഇപ്പോഴത്തെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 6.9 ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം കൂടി ഓടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും 171 കിലോമീറ്ററാണ് കമ്പനി ഇതിന് റേഞ്ച് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് റിവോൾട്ടാണ്. റിവോൾട്ടും എട്രിസ്റ്റ് എക്സും ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാടധികം ഫീച്ചേഴ്സും സ്പെക്കും കൂടുതലാണ് ഈ ഒരു ബൈക്കിന്. അതുമാത്രമല്ല 5 വർഷത്തെ വാറണ്ടി നമ്മുടെ ഈ ഒരു പ്യുവർ EV ഈ ഒരു ബൈക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 വർഷത്തെ വാറണ്ടി അല്ല എങ്കിൽ 70,000 കിലോമീറ്ററാണ് വാറണ്ടിയുടെ ആ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. ഇതിന് മേലെ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് 100% ഷുവറാണ്. കാരണം നമ്മൾ പ്ലെയിൻ റോഡ്സിലല്ല ഓടിച്ചത്. ഇപ്പോൾ ഒരു പ്ലെയിൻ റോഡ്സിലൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ നല്ലൊരു റേഞ്ച് തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എനിവേ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ പ്യുവർ EVയുടെ നമ്മുടെ കോഴിക്കോടുള്ള ഷോറൂമിൽ വരാം. അതുപോലെ തന്നെ കൊല്ലത്തും എറണാകുളത്തും ഒക്കെ ഇവർക്ക് ഷോറൂമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ EV ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ അരുൺല സൈനിങ് ഓഫ് ഫ്രം കോഴിക്കോട്. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.